ഹായ് ഗൈസ്, നമ്മൾ ഈ അങ്ങോട്ടിനെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ നൈസായിട്ട് മുങ്ങിയത്. അപ്പോൾ ഇനി അവൻ്റെ റിയാക്ഷൻ കാണാം കേട്ടോ നമുക്ക് റോട്ടിലുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ പുറത്തുനിന്ന് കളിക്കാറാണ് ചെയ്യാറ്, പക്ഷേ ഇന്ന് പുറത്തില്ല, ഉള്ളിലോട്ട് കയറിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അവൻ്റെ റിയാക്ഷൻ എന്തിട്ടാന്ന്. വായോ, എന്തിനൊക്കെ അറിയണ? വായോ, ചായ കുടിക്കാൻ പോവാ. എന്ത് പറ്റി ഗൈസ്? വാട്ട് ഹാപ്പൻ? മമ്മീനെ കണ്ടപ്പോ കരച്ചില് വരിക. ചായ കുടിക്കാൻ പോവാ ഗൈസ്. ശരിക്ക് ചായ കുടിക്കാൻ പോവാ നമുക്ക്. ആ വായോ, നമുക്ക് ചായ കുടിക്കാൻ പോവാ. ആ കാറിൽ പോവാ നമുക്ക്. വായോ, കാറിൽ പോവാ. ഓക്കെ ഓക്കെ ഗൈസ്, ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം കേട്ടാ. അങ്ങനെ ഗൈസ്, ഞങ്ങളിതാ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. ചായ കുടിക്കാൻ പോവല്ലേ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ തൃശ്ശൂരെത്തിയപ്പോൾ എന്നാൽ പിന്നെ ഭാരതിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു. തൃശ്ശൂർ ഭാരത് ഹോട്ടലിലെ തിരക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഒടുക്കത്തെ തിരക്കായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടാൻ വളരെയധികം പ്രയാസമാണെന്ന് നമുക്കറിയാം. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടാണ്. പിന്നെ 2 പിള്ളേരായതുകൊണ്ട് 2 പേരെ മടിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് ഇവിടെ 2 സീറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ തന്നെയൊക്കെ നിന്നു. അവിടെ എത്തിയപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ, എനിക്ക് അവിടുത്തെ തൈര് വട ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ പിന്നെ തൈര് വട തന്നെ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ തൈര് വടയ്ക്ക് ഓർഡറൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. അവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഡിഷിലൊന്നാണ് കേട്ടോ ഈ തൈര് വട. പിള്ളേർക്ക് 2 പേർക്കും കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആ തൈരിന് ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ, അതെന്തോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. നല്ല ചെറിയൊരു തണുപ്പും ചെറിയ പുളിയും നല്ല അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടമാണ്. അപ്പം ഞങ്ങളത് കഴിച്ചു. പിന്നെ പിള്ളേർക്ക് പാലിവെള്ളവും ചായയും കാപ്പിയും അങ്ങനെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു പതിവ് പോലെ അവിടെയുള്ള എല്ലാ കറികളിലും മുക്കും, പക്ഷെ അവൻ കഴിക്കില്ല. അങ്ങനെ എല്ലാം മുക്കി ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതാ കഴിക്കാൻ പോകണം. അവിടം വരെ വന്നിട്ട് അവിടുത്തെ മസാല ദോശ കഴിക്കാണ്ട് പോകുന്നത് ശരിയല്ല. അപ്പം ഞങ്ങൾ നല്ല മുരിഞ്ഞൊരു മസാല ദോശയും കൂടി വാങ്ങിച്ചു കേട്ടോ അവിടുന്ന്. അവിടുത്തെ മസാല ദോശ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇതുവരെ പോകാത്തവരും കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ, എന്തായാലും പോയി കഴിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്തു കേട്ടോ. അവിടുത്തെ അതിൻ്റെ ഒപ്പം കിട്ടുന്ന ചമ്മന്തി ആയാലും സാമ്പാറായാലും ചട്നി ആയാലും എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. നല്ല അടിപൊളി കുറുകിയ ചമ്മന്തിയും സാമ്പാറൊക്കെയാണ്. അങ്ങനെ അവിടുന്ന് ആ ചായയും മസാല ദോശയും എല്ലാം കഴിച്ചപ്പോൾ ഞാൻ ഫുള്ളായി, അതുപോലെ പിള്ളേരും ഹാപ്പിയായി, നന്നായിട്ട് സാറ്റിസ്ഫൈഡുമാണ് കേട്ടോ. കാരണം പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകുമ്പോൾ കഴിക്കുന്ന മസാല ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഉണ്ടായൊരു വീഡിയോ ആണ് കേട്ടത്. ഞങ്ങളിന്ന് പുറത്തേക്ക് പോകാനും ചായ കുടിക്കാനൊന്നും പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ പിള്ളേരുടെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നൈസായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.